വീണ വിജയൻ്റെ കാര്യത്തിൽ ഇ ഡിയുടെ അന്വേഷണം പുതിയ ദിശയിലേക്ക് മാറുകയാണ്. എന്തെങ്കിലുമൊക്കെ തരത്തിലുള്ള പുതിയ ഡെവലപ്മെൻറ്റ്സ് ഉണ്ടാകാനുള്ള സാധ്യതയുണ്ടല്ലേ? ഇപ്പോൾ വീണ വിജയനെ 8 മണിക്കൂർ ചോദ്യം ചെയ്ത് വിട്ടയച്ചു. അതിനു മുമ്പ് ഈ കേസുമായിട്ട് ബന്ധപ്പെട്ട് ശശിധരൻ കർത്തയുടെ ഭാര്യയും മകളെയും മകനെയൊക്കെ ചോദ്യം ചെയ്തിട്ടുണ്ട്. അതായത് ഈ കേസിൻ്റെ കാര്യങ്ങൾ ഇ ഡി ഓരോരുത്തരിൽ നിന്നും കൃത്യമായിട്ട് അന്വേഷിച്ച് അതിൻ്റെ തെളിവുകൾ ശേഖരിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിനു മുമ്പുള്ള റെയ്ഡിനകത്തും മറ്റും അവർക്ക് വേണ്ട വിധത്തിലുള്ള തെളിവുകൾ കിട്ടിയെന്നാണ് അവർ അന്നത്തെ റിപ്പോർട്ട് ശരിയാണെങ്കിൽ അവർ മേലുദ്യോഗസ്ഥന്മാരെ അല്ലെങ്കിൽ അവരുടെ ഡിപ്പാർട്ട്മെൻറ്റ് ഹെഡിനെയൊക്കെ അറിയിച്ചിരിക്കുന്നു. അപ്പം അതിനെ സാധൂകരിക്കുന്നതിന് വേണ്ടി ആ കിട്ടിയ തെളിവുകളുടെ ഭാഗമായിട്ടുള്ള ചോദ്യങ്ങളും ഇവരുടെ പറച്ചിലും അനുസരിച്ചാണല്ലോ കൂടുതലായിട്ട് കേസിനകത്ത് ഇവരെത്രത്തോളം ആഴത്തിൽ ഇടപെട്ടിട്ടുണ്ടെന്ന് ബോധ്യപ്പെടാൻ സാധിക്കുന്നത്. അപ്പം ഇതിനകത്ത് ആ പറയുന്നത് പോലെ വീണ വിജയൻ ഇപ്പം കഴിഞ്ഞ ദിവസം ചെന്നിരുന്നപ്പോൾ അവരെല്ലാം നിഷേധിക്കുകയാണ്. ഞാനൊരു കമ്പനിയുടെ എം ഡി മാത്രമാണ്, എൻ്റെ കമ്പനിയിൽ പല രീതിയിലുള്ള കരാർ ജോലികളും ചെയ്യാറുണ്ട്. ഇവർ ഈ പറയുന്ന പോലെ CMRലും ഈ വീണ വിജയൻ്റെ കമ്പനി എക്സാലോജിക്കും തമ്മിലുള്ളതെന്ന് പറഞ്ഞാൽ ചില ഉപദേശങ്ങൾ കൊടുക്കുന്നതിന് ഉപദേശം കൊടുക്കുന്നതിന് പൈസ വേണം, മനസ്സിലായി? അതങ്ങനെ ഉണ്ട്. കൗൺസിലിങ്ങിന് കാശില്ല അല്ലെ, പല അങ്ങനെ ആ രീതിയിലുള്ള പണമാണ് മേടിച്ച് ഇത് പലരുമായിട്ടും ചെയ്യാറുണ്ട്. അത് എനിക്കറിയണമെന്നില്ല, അതിനകത്ത് ഉദ്യോഗസ്ഥന്മാരും ഒക്കെയാണ് അത് ചെയ്യാറുള്ളത്. പിന്നെ അതിൻ്റെ ഡീറ്റെയിൽസ് വേണമെങ്കിൽ അവിടുത്തെ സിസ്റ്റത്തിനകത്താണ് കാണുന്നത്. ഇപ്പോൾ സിസ്റ്റം പരിശോധിച്ചാലേ മനസ്സിലാകത്തുന്നുള്ള രീതിയിൽ ഇവരിതിനകത്ത് യാതൊരു കാരണവശാലും ഒരു മുതലാളിയുടെ മാത്രം സ്റ്റാറ്റസിലുള്ള ആളാണെന്നും മറ്റു കാര്യങ്ങളൊന്നും അറിയത്തില്ല എന്നുള്ള രീതിയിലേക്ക് മൊഴി കൊടുത്ത് പോന്നിരിക്കുന്നൊരവസ്ഥയാണ്. അപ്പം ഈ മൊഴിയും ഇവർ നേരത്തെ പല ഏജൻസികളുമായിട്ട് കൊടുത്തിട്ടുള്ള മൊഴിയും തമ്മിൽ സാദൃശ്യമുണ്ടോ? അന്ന് പറഞ്ഞത് തന്നെ ആണോ ഇന്ന് പറഞ്ഞത്? അതായത് SFIO ഇവർ ചോദ്യം ചെയ്തിട്ടുണ്ട്. SFIO സീരിയസ് ഫോർ ഇൻവെസ്റ്റിഗേഷൻ എന്ന് പറഞ്ഞിട്ടൊരു ഏജൻസി ഉണ്ട്. അപ്പോൾ അത് ചോദ്യം ചെയ്തതിൻ്റെ അല്ലെങ്കിൽ കുറ്റപത്രം ആയിട്ട് ആ കുറ്റപത്രം അതിൻ്റെ ഹെഡ് ഓഫീസ് സമർപ്പിക്കുകയും ആ കേസ് മുന്നോട്ട് കൊണ്ടുപോകാതിരിക്കുന്നതിന് വേണ്ടി ഡൽഹി ഹൈക്കോടതിയിൽ നിന്ന് സ്റ്റേ മേടിച്ച് നിൽക്കുന്ന ഒരവസ്ഥയുണ്ട്. അപ്പം അതിനകത്ത് വീണ വിജയൻ പണം കൈപ്പറ്റി എന്ന് പറയുന്ന രേഖ ഉൾപ്പെടെ ഉണ്ട്, അവരുടെ മൊഴി ഉൾപ്പെടെ ഉണ്ട്, വീഡിയോ റെക്കോർഡിംഗ് ഉൾപ്പെടെ ഉണ്ട്. അപ്പം അതിനകത്ത് അവർ ശേഖരിച്ചിട്ടുള്ള വീണ വിജയനകത്തും അല്ലെങ്കിൽ കള്ളപ്പണ ഇടപാടിനെ സ്വാധീനിക്കുന്ന രീതിയിലും ഒക്കെയുള്ള ഈ നിഴൽ അക്കൗണ്ട്, അതായത് 187 കോടിയുടെ നിഴൽ അക്കൗണ്ടിൻ്റെ ഡീറ്റെയിൽസ് ഏതാണ്ട് 134 രേഖ SFIയുടെ കൈവശം ഉണ്ടായിരുന്നു. ഇത് കോടതി സമക്ഷമാണുള്ളത്, അല്ലെങ്കിൽ കോടതിയുടെ കസ്റ്റഡിയിലാണുള്ളത്. അപ്പം SFIയുടെ കയ്യിൽ നിന്നും അല്ലെങ്കിൽ ഇതിൻ്റെ കേസ് അന്വേഷണം കോടതി തടഞ്ഞു വെച്ചിരിക്കുന്നിടത്ത് നിന്നും ആ കേസ് ED ക്ക് അന്വേഷിക്കാം ഈ കുറ്റപത്രം നോക്കിയിട്ട്, അല്ലെങ്കിൽ NIAക്ക് അന്വേഷിക്കാൻ അതിനകത്ത് കുറ്റപത്രത്തിനകത്ത് സാധ്യതയുണ്ടെങ്കിൽ അവർക്ക് അന്വേഷിക്കാം, CBIക്ക് അന്വേഷിക്കാൻ ഉണ്ടെങ്കിൽ അവർക്ക് അന്വേഷിക്കാം. ഓരോ ഏജൻസിക്കും അന്വേഷിക്കാൻ ഉള്ള വകുപ്പ് അതിനകത്തുണ്ടെങ്കിൽ അവർക്ക് അതിനകത്തുനിന്ന് കേന്ദ്ര ആഭ്യന്തര വകുപ്പിൻ്റെ അനുവാദത്തോടു കൂടി അത് അന്വേഷിക്കാൻ ഒക്കുന്ന ഒരു ഇടമുണ്ട്. അപ്പം ഇതിനകത്ത് ED നോക്കിയപ്പോൾ EDക്ക് അന്വേഷിക്കാൻ വകുപ്പുണ്ട്. കാരണം 2.78 കോടി രൂപയ്ക്കപ്പുറം 187 കോടി രൂപ ഇവിടെ നാട്ടുകാർക്ക് മൊത്തം വീതിച്ചു കൊടുത്തേക്കുക. ചുമ്മാതെ എന്തിനാ സാറിന്റെ പൈസ നാട്ടുകാർക്ക് വീതിച്ചു കൊടുക്കുന്നത്? അപ്പൊ നാട്ടുകാർക്ക് വീതിച്ചു കൊടുക്കുന്നതിന് ഈ വീതിച്ചു കൊടുക്കുന്നതിന് ഇവര് ഒരുപക്ഷെ IT മേഖലയിൽ കൊടുത്ത ഉപദേശത്തിന്റെ പണമാണെന്ന് പറയുന്നത്. ബാക്കി ഇവിടുത്തെ ഒരു സർവീസ് ഇവിടുത്തെ പല പ്രധാനപ്പെട്ട പല പാർട്ടിയുടെ നേതാക്കന്മാർക്ക് ഉൾപ്പെടെ, അത് BJP എന്നില്ല, കോൺഗ്രസ് എന്നില്ല, CPM എന്നില്ല, അതുപോലെ മതമേലധ്യക്ഷന്മാർക്ക് അല്ലെങ്കിൽ പല സമുദായ നേതാക്കന്മാർക്ക്, അതുപോലെ ചില നമുക്ക് പോലും അറിയാവുന്ന ചില പത്രക്കാർക്ക് മനസ്സിലായില്ലേ ഒക്കെ കൊടുത്തിട്ടുണ്ട്. അപ്പം ഇതിനകത്ത് ഈ പറയുന്ന കർത്തയുടെ കമ്പനി ഇത്തരത്തിൽ പണം ഉണ്ടാക്കുമ്പോൾ അല്ലെങ്കിൽ അയാളുടെ കമ്പനിയുടെ ഭാഗമായിട്ട് നിൽക്കുന്ന പൈസ അയാൾ നേരാവണ്ണം നടത്തുന്ന ഒരു കമ്പനിയാണെങ്കിൽ എന്തിന് ഈ ചുമ്മാതെ വീതിച്ചു കൊടുക്കുന്നു? അപ്പം പല കാര്യത്തിനകത്തും ഇതുപോലെ വീതിച്ചു കൊടുക്കുന്നതിനകത്ത് ഈ വീതം മേടിച്ചുകൊണ്ട് പോയിട്ടുള്ളവരെ കൊണ്ട് ഇയാൾക്ക് നിയമപരമല്ലാത്ത എന്തൊക്കെ കാര്യം സാധിച്ചു മനസ്സിലാവുന്നുണ്ടോ? മാത്രമല്ല ഈ പണത്തിന്റെ കണക്കും വേണമല്ലോ, അല്ലെങ്കിൽ പണം കള്ളപ്പണ ഇടപാടാണോ, ഈ പണം എവിടെ നിന്ന് വന്നു, ഇവർ മേടിച്ച പണം ഇവരെന്തിനു ഉപയോഗിച്ചു? ഇപ്പൊ വീണ വിജയന് തന്നെ 3 കോടി രൂപയ്ക്ക് അടുത്തവർ മേടിച്ചിട്ടുണ്ട്. അവർ പറയുന്നു ഞാൻ മേടിച്ചു, ഞാൻ GST അടച്ചിട്ടുണ്ട്. ഈ പണം ഇവർ എവിടെയാണ് ഇൻവെസ്റ്റ് ചെയ്തത്? ഈ പണം ഇവിടുത്തെ അക്കൗണ്ടിലാണോ മേടിച്ച? അതൊക്കെ അറിഞ്ഞിട്ടുണ്ടോ? വെളിയിൽ നിന്ന് അക്കൗണ്ടിലാണോ മേടിച്ചത്? അല്ലെങ്കിൽ ഇവർ ഈ പണം എങ്ങോട്ടാണ് ഇൻവെസ്റ്റ് ചെയ്തിരിക്കുന്നത്? ഈ രീതിയിലൊക്കെ ചോദ്യം ചോദിക്കാം. കാരണം നമ്മുടെ നമുക്ക് ഗവൺമെന്റ് അനുവദിച്ചിരിക്കുന്ന ഒരു
പണത്തിനപ്പുറമുള്ള പണം നമ്മുടെ കയ്യിലുണ്ടെങ്കിൽ അതിന് ടാക്സ് കൃത്യമായിട്ട് കൊടുക്കണം. ടാക്സ് കൃത്യമായിട്ട് കൊടുക്കാത്തൊരവസ്ഥയെ സംശയം പറയുന്ന ഒരവസ്ഥ വന്നാൽ ആ പണം വാങ്ങിച്ചു എന്ന് കണ്ടാൽ നിങ്ങളത് എവിടെ കൊണ്ടിട്ടിരുന്നു എന്നുള്ളതിനെപ്പറ്റി ഏജൻസികൾക്ക് ചോദിക്കാം. കാരണം സാറേ 3 കോടി രൂപ ഇവിടുത്തെ വിധ്വംസ പ്രവർത്തനത്തിന് കൊടുത്തുവെന്ന് എനിക്കറിയാൻ പറ്റുമോ? ഗവൺമെൻറ് അറിയാൻ പറ്റുമോ? അല്ല, രാജ്യവിരുദ്ധ പരിപാടിക്ക് ആണ് നിങ്ങളെ പണം അങ്ങനത്തെ ഉള്ള ആൾക്കാർക്ക് ആർക്കെല്ലോ കൊടുത്ത് ഞാൻ ടാക്സ് അടച്ച അതുകൊണ്ട് അങ്ങനൊന്നും പറയാൻ പറ്റത്തില്ല. അപ്പം ആ രീതിയിലേക്ക് വരും. അപ്പം ഇതിനകത്ത് ഇതിന് ശേഷം വീണ്ടും ഇവർക്ക് സമൻസ് കൊടുക്കും. ഞാനീ പറഞ്ഞ ഇന്നലെ 8 മണിക്കൂർ ചോദ്യം ചെയ്ത വീണ വിജയൻ എന്തിന് വീണ വിജയൻ എന്ന് പറയുന്ന കക്ഷിക്ക് കൊടുക്കുന്നു? വീണ വിജയൻ ഒരു സാധാരണഗതിയിലുള്ള കക്ഷിയല്ല. വീണ വിജയന്റെ പേരിൽ മാത്രമാണ് ഈ കേസ് വന്നത്. അത് രാഷ്ട്രീയ പ്രേരിതമാണെന്ന് പറയുമ്പോൾ, അല്ലെങ്കിൽ PC ജോർജിനും ഷോൺ ജോർജും അല്ലെങ്കിൽ കുഴൽനാടനും ഒക്കെ കൊടുത്തപ്പോൾ ഈ 2.7 കോടി രൂപയുടെ കൂടെ 187 കോടി രൂപ പലരായിട്ട് മേടിച്ചതും ED അന്വേഷിക്കും. ഈ കേസ് വീണ വിജയനിൽ മാത്രം നിൽക്കത്തില്ല. മാത്രവുമല്ല സാർ, വീണ വിജയൻ എന്ന് പറയുന്ന കക്ഷി എങ്ങനെ ഈ കർത്തയുടെ കയ്യിൽ നിന്ന് കാശ് മേടിക്കാൻ പറ്റുന്നു? അത് പിണറായി വിജയന്റെ മകളായതുകൊണ്ടാണ്. പിണറായി വിജയന്റെ മകളായതുകൊണ്ട് പിണറായി വിജയൻ ഈ പറയുന്നത് പോലെ കർത്തയ്ക്ക് എന്തെങ്കിലും കാര്യം സാധിച്ചു കൊടുക്കാതെ വീണ വിജയന് മാസം 5 ലക്ഷം രൂപ വ്യക്തിപരമായിട്ടും 3 ലക്ഷം രൂപ കമ്പനിയുടെ അക്കൗണ്ടിൽ കൊടുക്കത്തില്ലല്ലോ. അപ്പം അത് ആ രീതിയിലേക്ക് കാര്യങ്ങൾ അന്വേഷിച്ച് EDക്ക് ബോധ്യപ്പെട്ടാൽ പിണറായി വിജയൻ ഉൾപ്പെടെയുള്ളൊരു പ്രതിയാവും. പിണറായി വിജയൻ മാത്രമല്ല, ഈ 2019 അവർ പിടിച്ചെടുത്ത അല്ലെങ്കിൽ ഇൻകം ടാക്സ് പിടിച്ചെടുത്ത ഒരു രേഖയുണ്ട്, 800 പേജ് വരുന്ന. അതായത് 800 പേജ് ഉണ്ടായിരുന്നു സാറേ കൊടുത്ത അയാള് കൈക്കൂലി കൊടുത്തത് എഴുതി വെച്ചപ്പോ. അപ്പൊ 800 പേജ്. അപ്പൊ എന്തും വേണ്ടി ഉണ്ടെന്നുള്ള കാര്യം നിങ്ങളൊന്ന് ആലോചിച്ചോണം ഡീറ്റെയിൽ ആയിട്ട്. അതും വിശദമായിട്ട് എഴുതില്ല, PV CV BV എന്നൊക്കെ എഴുതി വെച്ചേക്കുന്നത്. PV ആരെന്നുള്ളത് ഉമ്മൻചാണ്ടി ആണെങ്കിൽ UC, അല്ലെങ്കിൽ രമേശ് ചെന്നിത്തലയാണെങ്കിൽ RC. മനസ്സിലാവുന്നുണ്ട്. അപ്പം രമേശ് ചെന്നിത്തലയൊക്കെ പറഞ്ഞ് ഞാൻ കാശ് മേടിച്ചോണ്ട് പോയായിരുന്നു, രാഷ്ട്രീയക്കാരനായ കാശ്. സതീശനും പറഞ്ഞ് ഞാൻ 5 ലക്ഷം രൂപ മേടിച്ചു, ഞാൻ MLA ആയിരുന്നപ്പോൾ മേടിച്ചു. അപ്പൊ അവരൊക്കെ സമ്മതിച്ചിട്ടുണ്ട്. പിണറായി വിജയനാ പറഞ്ഞ PV ഞാനല്ലെന്ന് പറഞ്ഞിട്ടുണ്ട്. പക്ഷെ ഇത് വീണ വിജയൻ മേടിച്ചിട്ടുണ്ട്. അതിന് കാര്യം പറയണം. അപ്പം ഇതിനകത്ത് കേന്ദ്രം ലൈസൻസ് കാലാവധി കഴിഞ്ഞതിന് ശേഷവും വളരെ ദീർഘകാലം ആ ലൈസൻസ് കട്ട് ചെയ്യാതെ കർത്തയ്ക്ക് നിർത്തിക്കൊടുത്തിരുന്ന ഒരവസ്ഥയിലേക്ക് കാര്യങ്ങളുണ്ടെന്ന് കേരള ഗവൺമെന്റ്. അപ്പം ഈ അന്വേഷണം വിപുലമായാൽ, വലിയ വലിപ്പത്തിലായാൽ നമ്മൾ പറയുന്നത് പോലെയല്ല വീണ വിജയൻ അകത്തു പോകുന്നുള്ള കാര്യം ഓക്കെയാണ്, ഉറപ്പാണ്. അതിനിപ്പം എന്നാണ് പോകുന്നതെന്നുള്ളതിനകത്തേ ഉള്ളൂ. നമ്മൾ പറയത്തില്ല ശരശയ്യയിലാ കിടക്കുന്ന എന്ന് പോകുന്നുള്ള കാര്യത്തിൽ എന്നകത്ത് പോകും. അടുത്ത സമൻസ് കൊടുത്ത് വിളിപ്പിക്കുമ്പോൾ അറസ്റ്റ് ചെയ്യുമോ അല്ലെങ്കിൽ ഒന്നുകൂടെ കൊടുക്കുമോ എന്നുള്ളതിനകത്തുള്ള തർക്കം. പക്ഷെ ഇതിന്റെ കൂട്ട് ഈ കേസ് ഈ പറയുന്ന വീണ വിജയനിൽ മാത്രം ഒതുങ്ങുന്ന ഒരു അവസ്ഥയില്ല. ഈ നിഴൽ അക്കൗണ്ടിനകത്ത് വന്നിട്ടുള്ള 187 കോടി രൂപ വാങ്ങിച്ചിട്ടുള്ളവരും ആ പണം വന്ന വരവും ആ പണം മേടിച്ചവർ എങ്ങോട്ട് വിനിയോഗിച്ചിട്ടുള്ള എന്നുള്ള രീതിയിലേക്കൊക്കെയുള്ള ഒരു അന്വേഷണം വരും. അതായത് ഇത് പലരും ഇങ്ങനെ മിണ്ടാതിരിക്കുന്ന അതിന്റെ വഴിക്ക് പൊക്കോട്ടെ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ആരും അധികം ബഹളമൊന്നും ഉണ്ടാക്കാതിരിക്കുന്നതിന്റെ കാര്യം എന്ന് പറഞ്ഞാൽ ഇതിനകത്ത് വാദിയും പ്രതിയും എല്ലാം ഈ കേസ് വിപുലമായാൽ വരും. മനസ്സിലാവുന്നുണ്ടോ? നമ്മളീ പറയുന്ന ED BJPയുടെ ആണെന്ന് പറയുന്നെങ്കിലും BJPക്കാരനും ഈ ലിസ്റ്റിനകത്ത് പറയാം BJP നേതാക്കന്മാരുടെ പേരും ഉണ്ട്. മനസ്സിലാവുന്നുണ്ടോ? BJPയും വരും, കോൺഗ്രസും വരും, CPM വരും, എല്ലാം വരും. അപ്പൊ വീണ വിജയൻ മാത്രമല്ല, അടപടലം അകത്തു പോകുന്ന അവസ്ഥയിലേക്ക് കാര്യങ്ങൾ പോകും. കേസ് വൃത്തിയായിട്ടും കൃത്യമായിട്ടും പോയാൽ എന്നാണ് നമുക്ക് മനസ്സിലാവുന്നത്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.